ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കൂടി മാധ്യമങ്ങളോട് സംസാരിക്കും. CPM-ന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ്, അതോടൊപ്പം തന്നെ CPM അനുഭാവികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരോ തെളിവുകളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ തെളിവുകളും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും എതിരായിട്ടാണ് എന്നുള്ളത് വസ്തുത എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട കോടതി തന്നെ SIT വിമർശിച്ചിരിക്കുന്നു. കാരണം ഇനിയും ഒരുപാട് പേർ അറസ്റ്റിലാകാനുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന അതിന് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ദേവസ്വം ബോർഡ് മെമ്പർമാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് വരെ കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആരോപണങ്ങളുടെ കുന്തമുനയിലാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് ഈ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പെട്ടുകിടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെയും മുഖം രക്ഷിക്കാൻ വേണ്ടി ഇതിൽ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും സോണിയാഗാന്ധി വരെ ഇതിനകത്ത് കൊണ്ടുവന്ന് പ്രചരണം നടത്തി തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇംതിയാസ് തുടരുന്നുണ്ട്. ഇംതിയാസ്, വൈദ്യപരിശോധന അവസാനിച്ചോ? അമൂർത്തി, വൈദ്യപരിശോധന അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് BP-യുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അല്പം സമയമെടുക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും സുബ്രഹ്മണ്യനെ കൊണ്ടുപോവുക. അവിടെ വെച്ച് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജാമ്യത്തിൽ വിടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കലാപാഹ്വാനം, മനഃപൂർവ്വമുള്ള കലാപാഹ്വാനം എന്ന വകുപ്പുമാണ് FIR-ൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നാൽ CPM ഇതിൽ ഒരുപക്ഷെ കുരുക്കിലാകാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ കരുതുന്നത്, ഇത് മുഖ്യമന്ത്രിയുമൊത്തുള്ള ഒരു ഫോട്ടോ, ആ ഫോട്ടോ വരുന്ന സമയത്ത് അത് AI ആണോ AI അല്ലേ എന്നൊരു അത് യഥാർത്ഥ ചിത്രമാണ് എന്ന രീതിയിൽ തന്നെ ഒരു കോൺഗ്രസ് അടക്കം ആ രീതിയിൽ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കം കുരുക്കിലാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഇതിൽ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസ് UDF ഇതിനെ സമീപിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ സമാനമായ ഫോട്ടോ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തില്ല എന്ന ചോദ്യം ആ സമയത്ത് ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും ഈ ദൃശ്യങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങളിൽ നിന്ന് AI ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ സുബ്രഹ്മണ്യൻ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവ ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്നുണ്ടാക്കിയെടുത്ത ദൃശ്യങ്ങളാണോ, അതോ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തത് എന്നാണോ ഈ പറയുന്നത്? അങ്ങനെയെങ്കിൽ അതിൽ എന്ത് തെറ്റാണ്? നേരത്തെ KM ഷാജി ചോദിച്ചതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് ഇത്രയും ഗുരുതരമായ ഒരു പിഴവും പ്രശ്നവും കാണാൻ കഴിയുക? തീർച്ചയായിട്ടും, അതായത് പ്രചരിപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന്, ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നുള്ള ഒരു ഫോട്ടോ അതാണ് പങ്കുവച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതിൽ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു വിമർശനം, ഈ ഫോട്ടോയിൽ നിന്ന്, യഥാർത്ഥ ചിത്രമെന്ന് പങ്കുവച്ച ഫോട്ടോയിൽ നിന്ന് അതിൽ AI ഉപയോഗിച്ച് കൃത്രിമത്വം നടത്തി എന്നാണ് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. ഈ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പോലീസ് സംവിധാനത്തിനോ മറ്റു സംവിധാനങ്ങൾക്കൊക്കെ അത് കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ഇക്കാലത്ത് അത് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ആ സമയത്ത് കലാപാഹ്വാനത്തിന് കേസെടുത്ത് കോൺഗ്രസ് നേതാവിനെതിരെ സുബ്രഹ്മണ്യനെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ചില കാര്യങ്ങളൊക്കെ മറച്ചുവെക്കാനും വഴിതിരിച്ചു വിടാനും ഒക്കെ CPM നടത്തുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ UDF കൈകാര്യം ചെയ്യുമെന്നും ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോൾ അതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്